അതിനനുസരിച്ച് എത്ര വെള്ളം കൊള്ളും, എത്ര വാട്ടർ കപ്പാസിറ്റി ഉള്ള ഫിൽറ്ററാണ് വേണ്ടത് എന്നുള്ളത് നോക്കുക. പൊതുവേ ഫാമുകളിലും ബാക്കിയുള്ളല്ല ഒരുപാട് ടാങ്കുകളൊക്കെ ഉള്ള സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലോ പോലെയുള്ള ഒരു 10-25 ടാങ്ക് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോഞ്ച് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. കോമൺ ആയിട്ടുള്ള വലിയ പമ്പ് യൂസ് ചെയ്ത് അതിൽ നിന്ന് ട്യൂബൊക്കെ കണക്ട് ചെയ്ത് സ്പോഞ്ച് ഫിൽറ്റർ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ വീഡിയോ അയച്ചു തരാം. അപ്പോൾ അങ്ങനെ സ്പോഞ്ച് ഫിൽറ്റർ ആണ് ചെയ്യാം. പക്ഷെ അത് വീട്ടിൽ ഒരു ടാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മീനിന്റെ വേസ്റ്റ് ടാങ്കിനകത്ത് ഹോൾഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന സോൾഡ് ആയിട്ടുള്ള വേസ്റ്റിനെ ക്ലീൻ ആക്കുക, റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫിൽറ്റേഴ്സ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തൊരു നൈട്രോഫിലിൻ ബാക്ടീരിയ സ്റ്റേ ചെയ്യും. അതിപ്പോൾ ഏത് ഫിൽറ്ററിലും ഈ നൈട്രോഫിലിൻ ബാക്ടീരിയ സ്റ്റേ ചെയ്യും. ഇപ്പോൾ സ്പോഞ്ച് ഫിൽറ്റർ ആണെങ്കിലും ഇന്റർണൽ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ ഏതിനകത്താണെങ്കിൽ ഈ നൈട്രോഫിലിൻ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, ആ ബാക്ടീരിയയാണ് ഇതിനകത്തുണ്ടാവുന്ന ഹാംഫുൾ ആയിട്ടുള്ള നൈട്രജനെ നൈട്രേറ്റും ഫോസ്ഫേറ്റായിട്ട് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അത്രയൊന്നും മനസ്സിലാക്കിയിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ആവും ഒരു ടാങ്ക്. അതേ രീതിയിൽ നമ്മൾ ഫാമിൽ വരുന്നവർക്ക് പറയേണ്ടത്, നിങ്ങളൊരു ടാങ്ക് എടുക്കുകയാണെങ്കിൽ ആ ടാങ്ക് ഒന്ന് സൈക്ലിക് ആകാൻ വേണ്ടി വിടുമെന്ന് പറയുന്നത്. മീൻസ് വെള്ളം നിറച്ച് എയറേഷൻ ഇട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ മീന് ഇടാവൂ. അങ്ങനെ ഇടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വെള്ളം ഒന്ന് സെറ്റ് ആകുക. വെള്ളം ഒന്ന് ആ ടാങ്കുമായിട്ടൊന്ന് പഴകും. എന്നിട്ട് മാത്രം നമ്മൾ മീൻ ഇട്ടാൽ മീന് കുറച്ചുകൂടി വളരെയധികം ഹെൽത്തി ആയിട്ട് നിൽക്കും.